കൊല്ലം കുന്നത്തൂർ താലൂക്കിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. KMYF സംസ്ഥാന പ്രസിഡന്റ് ഷംസുദ്ദീൻ മാന്നാനി നേതൃത്വം നൽകി. KSSFPA തൃത്താല നിയോജക മണ്ഡലം കുടുംബ സംഗമം നടന്നു. മുൻ MP C ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും. മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയിൽ എടപ്പാളിലും വട്ടംകുളത്തും മുസ്ലിം ലീഗ് പ്രതിഷേധം. മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൂദൂർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കുട്ടനാട് ആനപ്രമ്പാൽ ജലോത്സവത്തിൽ വെപ്പ് ഗ്രേഡ് വിഭാഗത്തിൽ നിരണം ബോട്ട് ക്ലബ് തുഴഞ്ഞ മണലി ജേതാവ്. ഷോട്ട് പുളിക്കത്തറ 2ാം സ്ഥാനവും അമ്പലക്കടവൻ 3ാം സ്ഥാനവും നേടി. ജലോത്സവം സംഘടിപ്പിച്ചത് കുട്ടനാട് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ. മലപ്പുറം വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിൽ മാതൃകയായി വാർഡ് മെമ്പർ. കാട് പിടിച്ച വഴികൾ വെട്ടിത്തെളിച്ച് വ്യത്യസ്തനാകുന്നത് 14ാം വാർഡ് മെമ്പർ ES സുകുമാരൻ. ശുചീകരണ പ്രവൃത്തി നടക്കുന്നത് ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ തുടർച്ചയായി. കൗതുകമായി ആർട്ട് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ഗാന്ധി ചിത്രം. 12 അടി വലുപ്പമുള്ള ഗാന്ധി ചിത്രമുള്ളത് ക്യാച്ചി ക്രാഫ്റ്റ് എന്ന ആർട്ട് മെറ്റീരിയൽ ഷോപ്പിനുള്ളിൽ. ചിത്രം തീർത്തത് പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. കോട്ടയം മങ്കൊമ്പ് കുഴിക്കുത്തിയാനി വളവിൽ ബസ് അപകടം. നിയന്ത്രണം വിട്ട ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. ആളപായമില്ല. റോഡിനോട് ചേർന്ന കുഴൽക്കിണർ അപകട കാരണമാകുന്നതായി നാട്ടുകാർ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് 13ാമത് വാർഷികവും കുടുംബ സംഗമവും നടന്നു. കോട്ടയം ജില്ലാ ട്രഷറർ മാണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ഭട സമൂഹത്തിന്റെ ക്ഷേമത്തിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നേടിയെടുക്കുന്നതിനും സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മാണി ചെറിയാൻ. കോട്ടയം കടനാട് പഞ്ചായത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മ മരിയ സദനത്തിനായുള്ള ധനസമാഹരണ യജ്ഞം ഏകോപിപ്പിക്കാൻ മാണി സി കാപ്പൻ MLA മുഖ്യാതിഥിയായി. മലപ്പുറം KMUP സ്കൂൾ അടയൂർ 75ാം വയസ്സിലേക്ക്. വാർഷിക പരിപാടികൾക്ക് വൈവിധ്യമായ 75 പദ്ധതികളുമായി തുടക്കം. രക്ഷിതാക്കളായ അധ്യാപകരെ ആദരിക്കൽ, കുട്ടിക്കർഷകരെ ആദരിക്കൽ, ലൈബ്രറി വിപുലീകരണം, രക്തദാന ക്യാമ്പ് തുടങ്ങി സംഘടിപ്പിക്കുന്നത് നിരവധി പരിപാടികൾ. തൃശൂർ എറിയാട് പഞ്ചായത്തിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തല സംഗമവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ബ്രിട്ടനിൽ കൗതുകമായി മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവം നടന്നത് കെന്റ് ഹിന്ദു സമാജം, മുത്തപ്പൻ സേവാ സമിതി UK എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ. ചടങ്ങുകൾക്ക് വേദിയായി കെന്റിലെ ജില്ലിഹമ്മിലുള്ള സ്കൗട്ട് സമ്മേളന കേന്ദ്രം. എറണാകുളം ചുറ്റുള്ളിപ്പറമ്പ് സ്നേഹദീപം വയോജന കൂട്ടായ്മയുടെ വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു. പരിപാടി 11ാം വാർഡ് കുടുംബശ്രീ ADSന്റെയും അമ്പാടി അങ്കണവാടിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ റിട്ടയർഡ് EO ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാടൂർ നവീകരിച്ച മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ പുതിയ പാർട്ടി അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടന്നു. എരുമേലി അയ്യപ്പ ക്ഷേത്രത്തിൽ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധം കുറിക്ക് ഫീസ് ഈടാക്കാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തെ തുടർന്ന്. ബോർഡ് തീരുമാനിച്ചത് കുറി ചാർത്താൻ ഭക്തരിൽ നിന്ന് 10 രൂപ ഈടാക്കാൻ. നടപടി അംഗീകരിക്കില്ലെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി.